إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وإنه لحب الخير لشديد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാന്യരായിട്ടുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവ്വലോക രക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് തെളിവുള്ളവരായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ എവരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെടുന്ന അവന്റെ യഥാർത്ഥ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മനുഷ്യരായ നമ്മളെല്ലാവരും ദുനിയാവിൽ പല മേഖലകളിൽ വിജയം ആഗ്രഹിക്കുന്നവരാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ പരീക്ഷയിൽ വിജയം നേടാൻ വേണ്ടിയിട്ട് അതിയായിക്കൊണ്ട് ആഗ്രഹിക്കുന്നു. ഒരു കച്ചവടക്കാരൻ തന്റെ കച്ചവടത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മെനയുകയും അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലും വിജയം ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യരായ നമ്മളെല്ലാവരും. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ വിജയത്തിന് പുറമെ ആത്യന്തികമായി കൊണ്ട് അവൻ ആഗ്രഹിക്കേണ്ടതും അവൻ പണിയെടുക്കേണ്ടതും ഒക്കെ നാളെയുടെ ലോകത്തുള്ള വിജയമാണ്, പാരത്രിക മോക്ഷമാണ്, പരലോകത്തുള്ള വിജയമാണ്. അതാണ് എന്നെന്നും നിലനിൽക്കുന്ന വിജയമായിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ എല്ലാം ആ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ വിജയത്തിന് തടസ്സം നിൽക്കുന്ന, പരലോക വിജയത്തിന് തടസ്സം നിൽക്കുന്ന, പരലോക വിജയത്തെ നശിപ്പിച്ചു കളയുന്ന, നമ്മുടെ കർമ്മങ്ങളെ നശിപ്പിച്ചു കളയുന്ന ചില കാര്യങ്ങളെ പറ്റിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി കൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഹദീസിൽ
നമുക്കത് ഇപ്രകാരം കാണുവാൻ സാധിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് സലാസുൻ മുഹ്ലികാത്തുൻ, 3 കാര്യങ്ങൾ നശിപ്പിച്ചു കളയുന്നതാണ്. സലാസുൻ മുൻജിയാത്തുൻ, എന്നാൽ 3 കാര്യങ്ങൾ രക്ഷപ്പെടുത്തുന്നതാണ്. സലാസുൻ കഫാറത്തുൻ, 3 കാര്യങ്ങൾ പ്രായശ്ചിത്തമാണ്. സലാസുൻ ദറജാത്തുൻ, 3 കാര്യങ്ങൾ അത് ദറജകൾ ഉയർത്തപ്പെടുന്നതാണ് എന്നിങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായി പറഞ്ഞ സലാസുൻ മുഹ്ലികാത്തുൻ, 3 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം, അത് നിങ്ങളുടെ പരലോകത്തെ നശിപ്പിച്ച് കളയുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ താക്കീത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ 3 കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, മുഹ്ലിക്കാത്താണ് 3 കാര്യങ്ങൾ. മുഹ്ലിക്കാത്ത് എന്ന് വെച്ചാൽ നശിപ്പിച്ച് കളയുന്നത്, നാശമടയും, നമ്മുടെ പരലോകത്തേക്കുള്ള ഗമനം, നമ്മുടെ സ്വർഗത്തിലേക്കുള്ള ഗമനത്തെ, ആ സ്വർഗത്തിലേക്കുള്ള യാത്രയെ തകർത്ത് കളയുന്ന 3 കാര്യങ്ങൾ ഒരിക്കലും തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രത്യേകം താക്കീത് നൽകിയതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, 3 കാര്യങ്ങളിൽ ഒന്നാമത്തേത് അള്ളാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത് ഫശുഹുൻ മുതാഉൻ. ഫശുഹുൻ മുതാഉൻ, അനുസരിക്കപ്പെടുന്ന പിശുക്ക്. ഇത് മനുഷ്യന്റെ പരലോക വിജയത്തെ നശിപ്പിച്ചു കളയുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അല്ലെ, മനുഷ്യന്റെ ഒക്കെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഒരുപാട് സമ്പത്ത് നേടിയെടുക്കുക. മനുഷ്യന് വല്ലാത്ത പ്രണയമാണ്, വല്ലാത്ത ഇഷ്ടമാണ് സമ്പത്തിനോട്. അത് ഖുർആൻ അങ്ങനെ തന്നെ എടുത്തു പറഞ്ഞത് സൂറത്തുൽ ആദിയാത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ആമുഖമായിക്കൊണ്ട് നിങ്ങളെ കേൾപ്പിച്ച വചനം അത് തന്നെയാണ്. അല്ലാഹ് പറയാണ്, നിശ്ചയമായും മനുഷ്യനുണ്ടല്ലോ, അവന് ധനത്തിനോട് വല്ലാത്ത ആഗ്രഹമാണ്, വല്ലാത്ത പ്രണയമാണ്. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞതാ അല്ലേ. അങ്ങനെ തന്നെയാണ് മനുഷ്യന് സമ്പത്തിനോട് വല്ലാത്തൊരു മൊഹബത്ത്, വല്ലാത്തൊരു ഇഷ്ടമാണ്. അള്ളാന്റെ റസൂല് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി, മനുഷ്യന്റെ ആദമിന്റെ പുത്രന് അവന് 2 സ്വർണത്തിന്റെ താഴ്വരകൾ ഉണ്ടെങ്കിൽ 3-മതൊരെണ്ണത്തിന് വേണ്ടിയിട്ട് അവൻ പ്രയത്നിക്കും. 3-മതൊരെണ്ണം കൂടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവൻ ആഗ്രഹിക്കും. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. അത് അവസാനിക്കൂല. ഏതുവരെ? മരണമെത്തുന്നത് വരെ ഈ ഒരു ആർത്തി, ഒരു സ്വഭാവം അത് അവസാനിക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ധനത്തോടുള്ള നമ്മുടെ പ്രണയം കാരണം പിശുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എങ്കിൽ അത് നമ്മുടെ പരലോക മോക്ഷത്തെ നശിപ്പിക്കുന്നതാണ് എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയത്. നോക്കൂ നിങ്ങൾ, പിശുക്ക് കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല മുമ്പുള്ള, അതായത് മുമ്പത്തെ സമുദായം നശിക്കാൻ, കഴിഞ്ഞു പോയ സമുദായങ്ങൾ പോലും നശിക്കാൻ കാരണമായത് പിശുക്കാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വാസികളെ, വത്തഖൂ അശുഹ, നിങ്ങൾ പിശുക്കിനെ സൂക്ഷിക്കണം കേട്ടോ. കാരണം എന്താ? ഫഇന്ന ശുഹ അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങളെ നശിപ്പിക്കാൻ ആ പിശുക്ക് കാരണമായിട്ടുണ്ട് എന്നാണ്. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹമലഹും അലാ അൻ സഫഖു ദിമാഅഹും വസ്തഹല്ലു മഹാരിമഹും. ആ പിശുക്കുണ്ടല്ലോ, അത് അവരെ പ്രേരിപ്പിച്ചു, അൻ സഫഖു ദിമാഅഹും, അവരുടെ രക്തം ചിന്താൻ, അവർക്കിടയിൽ രക്തം ചിന്താൻ ആ പിശുക്ക് കാരണമായിട്ടുണ്ട്. വസ്തഹല്ലു മഹാരിമഹും, അല്ലാഹു ഹറാമാക്കിയതിനെ, അല്ലാഹു നിഷിദ്ധമാക്കിയതിനെ ഹലാലാക്കുവാനും പിശുക്ക് കാരണമായിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ പിശുക്ക് എന്നുള്ളത് അത് പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്തൊരു സംഗതിയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഒരിക്കലും തന്നെ ഒരു വിശ്വാസി പിശുക്കനാവൂല എന്നാണ്. ഒരു വിശ്വാസിക്ക് ഒരിക്കലും പിശുക്കനാകാൻ സാധിക്കൂല. കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യജ്തമിഉ ഉബാറുൻ ഫീ സബീലില്ലാഹ് വദുഖാനു ജഹന്നമ ഫീ ജൗഫി അബദിൻ അബദാ.
അള്ളാഹു റസൂൽ ആദ്യം പറഞ്ഞത് ലാ യജ്തമിഉ ബാറുൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അത് കാരണമുണ്ടാകുന്ന പൊടിയും നരകത്തിന്റെ പൊടിയും തമ്മിൽ ചേരുകയില്ല ഒരു മനുഷ്യന്റെ കൂട്ടത്തിൽ. അപ്രകാരം തന്നെ വലാ യജ്തമിഉ ശുഹ, പിശുക്ക് അത് ചേരുകയില്ല. വൽ ഈമാൻ ഫീ ഖൽബി അബദിൻ അബദാ, ഒരിക്കലും തന്നെ ഒരു മനുഷ്യനിൽ, അള്ളാഹുവിന്റെ ഒരു അടിമയിൽ ഈമാനും പിശുക്കും ഒരുമിച്ച് കൂടുകയില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അവൻ ഈമാനുള്ളവനായിരിക്കും, അപ്പൊ അവൻ പിശുക്കില്ലാത്തവനാ. അവൻ പിശുക്കനാണെങ്കിലോ അവന് ഈമാന് തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഈമാനും പിശുക്കും അത് ഒരുമിച്ച് കൂടുകയില്ല എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അല്ലേ? നോക്കൂ നിങ്ങൾ, പിശാചാണ് ആ പിശുക്കിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ പിശുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫളലാ വല്ലാഹു വാസിഉൻ അലീം. പിശാചുണ്ടല്ലോ, അവനാണ് യഇദുകുമുൽ ഫഖറ, ദാരിദ്ര്യത്തെ പറ്റി നിങ്ങളിങ്ങനെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒന്നിനും സമ്മതിക്കില്ല. ഒരു നല്ല കാര്യത്തിന് പണം ചെലവഴിക്കാൻ സമ്മതിക്കൂല, സ്വതക്ക കൊടുക്കാൻ സമ്മതിക്കൂല, കുറഞ്ഞു പോകുമോ എന്നുള്ള പേടി മനസ്സിലേക്ക് ഇട്ടു തരും. സകാത്ത് കൊടുക്കാൻ തീരെ സമ്മതിക്കൂല, അവിടെയും പിശാച് ഇടപെടും. പിശുക്ക്, ദാരിദ്ര്യം, ഫഖറിനെ കുറിച്ച് ഇങ്ങനെ അവന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കും. ഇതാ ദാരിദ്ര്യം പിടിപെട്ടു പോകും കേട്ടോ, സമ്പത്ത് കുറഞ്ഞു പോകും, സമ്പത്ത് ഇല്ലാതായിത്തീരും, കൊടുക്കണ്ട. അല്ലെ? പാവപ്പെട്ടവനെ സഹായിക്കാനുള്ള മനസ്സ് അവനുണ്ടാവൂല, പിശുക്കനുണ്ടാവൂല. കാരണം പിശാച് ഇങ്ങനെ നിരന്തരമായിക്കൊണ്ട് ഫഖർ ഇങ്ങനെ വാഗ്ദാനം ചെയ്തുകൊണ്ടേയിരിക്കും. സമ്പത്ത് കുറയും, ദാരിദ്ര്യനാവും, പ്രയാസപ്പെടും, ഓർക്കണ്ട എന്നുള്ള ഒരു രീതിയിൽ മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ പിശാചിന് വഴിപ്പെടാതെ, പിശുക്ക് നമ്മുടെ മനസ്സിൽ ഒരിക്കലും കടന്നു വരാതെ നാം ജീവിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെടുന്ന ആൾക്കാണ് വിജയമുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ 59-ാമത്തെ അധ്യായത്തിലൂടെ 9-ാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട്. വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. പരലോകത്ത് ആരെങ്കിലും വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടത് വമൻ യൂഖ ശുഹ നഫ്സിഹി, അവന്റെ നഫ്സിനെ പിശുക്കിൽ നിന്ന് മുക്തനാക്കണം. അങ്ങനെ ആരാണോ പിശുക്കിൽ നിന്ന് മുക്തനായത് ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ചവർ എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ കേൾക്കുമ്പോ, പിശുക്കിനെ പറ്റി പറയുമ്പോ എങ്കിൽ പിന്നെ എല്ലാം ദൂർത്തടിച്ച് ചെലവഴിക്കലാണോ ഇസ്ലാം പറയുന്നത്? അല്ല, ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ പരമകാരുണികന്റെ യഥാർത്ഥ അടിമകളുടെ ക്വാളിറ്റികൾ ഇങ്ങനെ വിശദീകരിച്ചു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ, അള്ളാഹുവിന്റെ പരമകാരുണികന്റെ അടിമകൾ, അവരുടെ ക്വാളിറ്റി വിശദീകരിക്കുന്ന കൂട്ടത്തിൽ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. അല്ലാഹു പറയാണ്, വല്ലദീന ഇദാ അൻഫഖൂ, അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളുണ്ടല്ലോ, അള്ളാഹിനെ പേടിച്ച് ജീവിക്കുന്ന അടിമകൾ, അവർ ചെലവഴിക്കുകയാണെങ്കിൽ ലം യുസ്രിഫൂ വലം യഖ്തുറൂ, അവർ അമിതമായി കൊണ്ട് ദുർവ്യയം നടത്തുകയില്ല, വലം യഖ്തുറു, എന്നാൽ പിശുക്ക് കാണിക്കുകയുമില്ല, മറിച്ചോ വകാന ബൈന ദാലിക ഖവാമാ, അവർ രണ്ടിനുമിടയിൽ ഒരു മധ്യമ നിലപാടാണ് അവർ സ്വീകരിക്കുക. പിശുക്കി വെക്കുകയില്ല, എന്നാൽ അമിതമായി കൊണ്ട് ദൂർത്തടിച്ച് ചെലവഴിക്കുകയുമില്ല. അത് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു മിഡിൽ സ്റ്റാൻഡ്, ഒരു മധ്യമ നിലപാടിലായിരിക്കും അവരുണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാമതായിക്കൊണ്ട് നമ്മുടെ പരലോക മോക്ഷത്തിന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ അതിന് നശിപ്പിച്ചു കളയുന്ന ഒരു കാര്യമാണ് പിശുക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ രണ്ടാമത്തെ കാര്യം പഠിപ്പിച്ചത്, നമ്മുടെ പരലോക വിജയത്തിന്, നമ്മുടെ പരലോക മോക്ഷത്തിന് തടസ്സം നിൽക്കുന്ന രണ്ടാമത്തെ കാര്യമായി കൊണ്ട് പഠിപ്പിച്ചത് വഹവൻ മുത്തബഉൻ, പിന്തുടരപ്പെടുന്ന ദേഹേച്ഛ. പിന്തുടരപ്പെടുന്ന ദേഹേച്ഛ. ഒരു മനുഷ്യൻ തന്റെ ദേഹേച്ഛക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ പരലോക വിജയം അത് അസാധ്യമാണ്.
പ്രയാസകരമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ പഠിപ്പിക്കുന്നത്. മനുഷ്യന്റെ മനസ്സ് എന്ന് വെച്ചാൽ അതിനൊരു കടിഞ്ഞാണിട്ടില്ലെങ്കിൽ, അതിനെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ, ആ മനസ്സ് മന്ത്രിക്കുന്ന അല്ലെങ്കിൽ മനസ്സ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവനെ അത് നരകത്തിലേക്ക് എത്തിക്കുമെന്നാണ്. അതല്ല, ആ ദേഹേച്ഛകളോട് ജിഹാദ് ചെയ്ത് ആ മനുഷ്യന്റെ മനസ്സെപ്പോഴും അള്ളാഹു പറഞ്ഞതുപോലെ ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, മനുഷ്യന്റെ മനസ്സ് ഇങ്ങനെ തെറ്റിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിന് ഒരു വെമ്പലുണ്ടാവും അല്ലെ? അവിടെയാണ് വലിയ പരീക്ഷണം. അതിന് നിന്നു കൊടുക്കരുത്. അവിടെ ആർക്കാണോ ആ ദേഹേച്ഛയോട് നോ പറയാൻ സാധിക്കുക, തന്റെ നഫ്സിനെ നിയന്ത്രിച്ചു നിർത്താൻ ആർക്കാണോ സാധിക്കുക, അവർക്കാണ് വിജയമുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും, അള്ളാഹു പറയുന്നുണ്ട്, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അള്ളാഹ് പറയാണ്, ആരാണോ നാളെ റബ്ബിന്റെ മുന്നിലുള്ള ആ നൃത്തത്തെ ഭയപ്പെടുന്നത്, വനഹൻ നഫ്സ അനിൽ ഹവാ, ഇച്ഛകളോട് ദേഹേച്ഛകളെ കടിഞ്ഞാട്ട് നിർത്തി അതിന് അരുതായ്മകളിലേക്ക് പോകാതെ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ആരാണോ, അള്ളാഹ് പറയാണ്, ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവരുടെ സങ്കേതമാണ് സ്വർഗമെന്ന് പറയുന്നത്. അപ്പോ സ്വർഗം ആർക്കാണുള്ളത്? ദേഹേച്ഛകളോട് യുദ്ധം ചെയ്ത് ദേഹേച്ഛയെ തോൽപ്പിക്കുന്ന ആളുകൾക്ക്. മനുഷ്യന്റെ ഇച്ഛ എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മനുഷ്യനോട് എല്ലാ തെറ്റുകളും എല്ലാ വേണ്ടാത്തരങ്ങളും ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവിടെയൊക്കെ ഈമാനിന്റെ കരുത്ത് കൊണ്ട് അതിനോട് നോ പറയാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ വിജയത്തിലേക്ക് എത്തിക്കുന്ന കാര്യമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നോക്കൂ, നിങ്ങൾ വീണ്ടും അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വലാ തത്തബിൽ ഹവാ ഫയദില്ലക അൻ സബീലില്ലാഹ്. സൂറത്ത് സ്വാദിലൂടെ അള്ളാഹ് പറയാ, വലാ തത്തബിൽ ഹവാ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇച്ഛകളെ പിന്തുടരാൻ പാടില്ല, ആ ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ടു പോകാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഫയദില്ലക, അത് നിങ്ങളെ വഴിതെറ്റിക്കും, സന്മാർഗത്തിൽ നിങ്ങൾ തെറ്റിച്ചു കളയും. അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് നിങ്ങളെ അത് തെറ്റിച്ചു കളയും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഇച്ഛകളോട് പൊരുതുവാനും ആ ദേഹേച്ഛകളോട് ജിഹാദ് ചെയ്ത് ദേഹേച്ഛകളെ അതിജയിക്കുവാനും സാധിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഹുജിബത്തിൻ നാറു ബിശ്ശഹവാത്ത്, നരകം ഇങ്ങനെ വലയം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതുപോലെയുള്ള ഇച്ഛകൾ കൊണ്ടാണ്, അനിയന്ത്രിതമായിട്ടുള്ള ഇച്ഛകൾ കൊണ്ട്. അതിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യൻ നരകത്തിൽ അകപ്പെട്ടു, അല്ലെങ്കിൽ നരകത്തിലേക്കാണ് അവൻ അകപ്പെടുന്നത് എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ ദേഹേച്ഛകൾക്ക് അടിമപ്പെടാതെ ജീവിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം മനുഷ്യന്റെ ആ ഒരു മനസ്സ് പലപ്പോഴും നമുക്കറിയാമല്ലോ, ഒറ്റയ്ക്കിരിക്കുമ്പോ, തനിച്ചാകുമ്പോ, ആരും കാണാതിരിക്കുമ്പോ തെറ്റിന് പ്രേരിപ്പിക്കും. അതിനടിമപ്പെട്ട ആ സന്ദർഭത്തിന് ആ സമ്മർദ്ദത്തിന് വഴങ്ങി തെറ്റ് ചെയ്യുകയാണെങ്കിലോ അവൻ ആ ഇച്ഛകൾക്ക് അടിമപ്പെട്ടു. അള്ളാഹു പറഞ്ഞത്, പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ആ നരകത്തിന് ചുറ്റുമുള്ള ആ ദേഹേച്ഛക്ക് അവൻ അടിമപ്പെടുകയും ആ നരകത്തിലേക്ക് അവൻ പതിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മുടെ മനസ്സിനോട് അനിയന്ത്രിതമായിട്ടുള്ള നമ്മുടെ ഇച്ഛകളോട് നോ പറയാൻ, തിന്മകളോട് നോ പറയാൻ നമുക്ക് സാധിച്ചാൽ, ആ നഫ്സിനെ കടിഞ്ഞാണിട്ട് നിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ അവനാണ് വിജയി എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ അത് ശ്രദ്ധിക്കുക. മൂന്നാമതായി കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മുടെ പരലോക വിജയത്തിന് തടസ്സമുണ്ടാക്കുന്ന, നമ്മുടെ പരലോക വിജയത്തെ നശിപ്പിച്ചു കളയുന്ന മൂന്നാമത്തെ കാര്യമായി കൊണ്ട് പഠിപ്പിച്ചത് വഇജാബുൽ മർഇ ബിനഫ്സിഹി എന്നാണ്. വഇജാബുൽ മർഇ ബിനഫ്സിഹി, സ്വന്തം കാര്യത്തിൽ അത്ഭുതപ്പെടുക. തൻ്റെ സമ്പത്ത് അല്ലെങ്കിൽ തൻ്റെ അധികാരം, ഞാൻ തരക്കേടില്ല, എനിക്ക് അത്യാവശ്യം സമ്പത്തുണ്ട് അല്ലെ, എനിക്ക് അധികാരമുണ്ട്, ഒരു ദുരഭിമാനം മനസ്സിലേക്ക് കടന്നു വരിക. അതാണ് സ്വന്തം കാര്യത്തിൽ അത്ഭുതപ്പെടുക. ഞാനെന്ന് വെച്ചാൽ ആരാണ്? മറ്റുള്ളവരെ പോലെയുള്ള ആളല്ല. എനിക്ക് എൻ്റെ കയ്യിൽ വേണ്ടുവോളം സമ്പത്തുണ്ട്, എനിക്ക് തോന്നിയതുപോലെ ജീവിക്കുവാനുള്ള, തലമുറകൾക്ക് കഴിയാൻ വേണ്ട സമ്പത്ത് എൻ്റെ കയ്യിലുണ്ട്, അധികാരം എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെയുള്ള പൊങ്ങച്ചവും
ദുരഭിമാനവും മനസ്സിലേക്ക് കടന്നു വന്നാൽ അവ നമ്മുടെ കർമ്മങ്ങളെ നശിപ്പിച്ചു കളയും, നമ്മുടെ പരലോക വിജയത്തെ നശിപ്പിച്ചു കളയുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ ഒരു ദുരഭിമാന ചിന്തയാണ്, ഈ ഒരു പൊങ്ങച്ചമാണ് ആ പിശാചിനെ സ്വർഗത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കാൻ കാരണമായിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ദുരഭിമാനം നടിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ പിശാചിന്റെ അനുയായികളാണ്, പിശാചിന്റെ കൂട്ടാളികളാ. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഖാല മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക ഖാല അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. അല്ലേ, അള്ളാഹ് ചോദിക്കുകയാണ്, ആദമിന് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് കൽപ്പിച്ചപ്പോ ആ കൂട്ടത്തിൽ ഇബ്ലീസ് ഉണ്ടായിരുന്നു. അല്ലേ, ഇബ്ലീസ് എന്ത് ചെയ്തിട്ടില്ല? സുജൂദ് ചെയ്തില്ല. അല്ലാ തസ്ജുദ ഇദ് അമർതുക്, എന്തേ നീ സുജൂദ് ചെയ്യാതിരുന്നത് ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോ എന്ന് അള്ളാഹ് ചോദിച്ചപ്പോ അതിന് മറുപടിയായിട്ട് പൊങ്ങച്ചത്തിന്റെ ദുരഭിമാനത്തിന്റെ വാക്കുകളാണ്, അഹങ്കാരത്തിന്റെ അഹംഭാവത്തിന്റെ വാക്കുകളാണ് പിശാച് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഖാല അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാരിൻ. ഞാനൊക്കെ അവനേക്കാൾ എത്ര ഉത്തമനാണ്, അല്ലേ, എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്. വഖലഖതഹു മിൻ തീൻ, അവനെ സൃഷ്ടിച്ചത് വെറും മണ്ണിൽ നിന്നാണ്. അപ്പൊ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള ആദമിന് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഞാൻ സുജൂദ് ചെയ്യുകയോ എന്നാണ് അഹംഭാവത്തിന്റെ അഹങ്കാരത്തിന്റെ വാക്കുകൾ പറഞ്ഞത്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറില്ല. ഞാനോ ഓനോടോ എന്റെ ഒരു നിലവാരം എന്താണ്, അവനേക്കാളൊക്കെ എത്രയോ ഉന്നത പദവിയിലല്ല ഞാനുള്ളത്, എന്റെ കയ്യിൽ സമ്പത്തുണ്ട്, അല്ലേ, എന്റെ കയ്യിൽ അധികാരമുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, തറവാടിത്തമുണ്ട്, അവനേക്കാളൊക്കെ എത്രയോ ഉത്തമനാണ് ഞാൻ എന്നുള്ള ഒരു താൻ പോരിമ നടിക്കുന്ന അഹങ്കാരത്തിന്റെ ദുരഭിമാനത്തിന്റെ ചിന്ത, അങ്ങനെയുള്ള ആളുകൾ അത് പിശാചിന്റെ കൂട്ടാളികളാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരലോക മോക്ഷത്തിന് അത് തടസ്സം നിൽക്കുമെന്നതാണ്, അത് വിഘാതം സൃഷ്ടിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സമ്പത്തൊക്കെ ഇങ്ങനെ കൂടുമ്പോൾ, അള്ളാന്റെ നിയമത്ത് ഇങ്ങനെ കൂടുമ്പോൾ സാധാരണ സംഭവിക്കേണ്ട വിനയം കൂടാ വേണ്ടത്, അല്ലേ? സമ്പത്ത് കൂടുമ്പോൾ വിനയം കൂടണം. ഒരു മരത്തിന്മേൽ അള്ളാഹു ഒരുപാട്, ആ ഒരു മാങ്ങ മരത്തിന്മേൽ മാവിൽ അള്ളാഹു സുബ്ഹാനഹു നിറയെ ഫലങ്ങൾ നൽകുമ്പോൾ ആ മരം എന്ത് ചെയ്യും? അതിന്റെ ഭാരം കാരണം അതിങ്ങനെ താഴേക്ക് ഭൂമിയിലേക്ക് അടുക്കുക ചെയ്യുക. ഇതുപോലെയാകണം ഒരു വിശ്വാസി. അള്ളാഹു നിയമത്തുകൾ ഇങ്ങനെ നൽകുമ്പോൾ അതിനേക്കാൾ ഉയരത്തിൽ ഉയർന്നു പൊങ്ങലല്ല, മറിച്ച് വിനയം കൊണ്ട് അവൻ താഴേക്ക് വരലാണ് ചെയ്യേണ്ടത്. അള്ളാഹുലേക്ക് വിനയപ്പെടാനാണ് ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാലോ, ഖാറൂന്റെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ നമുക്ക് പരിചയപ്പെടുത്തരുന്നുണ്ട്. ഖാറൂൻ സമ്പത്ത്, അള്ളാഹു സുബ്ഹാനഹു വതആല സമ്പത്ത് നൽകി. എത്രമാത്രം എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഅ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹു ലതനൂഉ ബിൽ ഉസ്ബാൻ ഉലിൽ ഖുവ്വ ഇദ് ഖാല ലഹു ഖൗമുഹു ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. അല്ലേ, ഖാറൂൻ, മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽപ്പെട്ട ഖാറൂൻ അല്ലാഹു സുബ്ഹാനഹു വതആല സമ്പത്ത് നൽകി. എത്രത്തോളം നൽകിയെന്ന് വെച്ചാൽ അവന്റെ സമ്പത്ത്, അല്ലെങ്കിൽ ആ സമ്പത്ത് സൂക്ഷിച്ചു വെച്ച ഖജനാവുകളുടെ താക്കോൽ അത് പിടിക്കാൻ തന്നെ, അത് വഹിക്കാൻ തന്നെ നല്ല ശക്തിയുള്ള, അല്ലെങ്കിൽ നല്ല കൂവത്തുള്ള ഒരു സംഘം ആളുകൾ തന്നെ വേണം. അത്രമാത്രം സമ്പത്ത് ഖാറൂനിന് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകി. ഖാറൂൻ പരിധി വിട്ടപ്പോ, അഹങ്കാരത്തിന്റെ മൂർത്തഭാവത്തിലേക്ക് എത്തിയപ്പോ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഖാറൂനോട് പറഞ്ഞു, ലാ തഫ്റഹ്, അധികം പുളകം കൊള്ളണ്ട, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. ഖാറൂനെ, ഇതാ അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ പുളകം കൊള്ളുന്ന ആളുകളെ, പരിധി വിട്ട് പുളകം കൊള്ളുന്ന ആളുകളെ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. എന്താ സംഭവിച്ചത്? ഖാറൂനിനെയും അവന്റെ സമ്പത്തിനെയും അവന്റെ കൊട്ടാരത്തെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയിലേക്ക് അങ്ങോട്ട് ആഴ്ത്തി കളഞ്ഞു. അല്ലേ, ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള ഫമാ കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹി വമാ കാന മിനൽ മുൻതസിരീൻ. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള, അവനെയും അവന്റെ വീടിനെയും അല്ലാഹു ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞു. പിന്നീട് ഒരു സഹായിയും അവന് കണ്ടെത്താൻ സാധിച്ചില്ല.
അവൻ സ്വയം സഹായം ചെയ്യുവാനും കഴിഞ്ഞില്ല. എത്ര സമ്പത്തുണ്ടായിട്ടെന്താ, എത്ര ഖജനാവുകൾ ഉണ്ടായിട്ടെന്താ. പക്ഷേ അള്ളാഹുവിന് ശിക്ഷ വന്നപ്പോ അതിൽ നിന്ന് തടയുവാൻ, അതിൽ രക്ഷപ്പെടുത്തുവാൻ ഒരാൾക്കും പോലും സാധിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ മനസ്സിൽ പാഠമായിക്കൊണ്ട് ഖാറൂനിനെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടത്തിലും ഉണ്ടാവും ഖാറൂനുമാർ, അല്ലേ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള ഒരു ദുരഭിമാനത്തിലേക്ക്, ഒരു പൊങ്ങച്ചത്തിന്റെ, ഒരു അഹംഭാവത്തിന്റെ ചിന്തയിലേക്ക് നമ്മൾ പോയിക്കൂടാ. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പരലോകമാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ള വലിയൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. إن الحمد لله والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. സർവ്വലോക രക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ട് തെറ്റുള്ളവരായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പരലോക വിജയത്തെ നശിപ്പിച്ചു കളയുന്ന 3 മുഹ്ലിക്കാത്തുകളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് പിശുക്കാണ്, മറ്റൊന്ന് ദേഹേച്ഛയാണ്, അതോടൊപ്പം തന്നെ മൂന്നാമത്തത് താൻ പോരിമ നടിക്കലാണ്, അഹംഭാവം, ദുരഭിമാനം നടിക്കലാണ്. ഈ 3 കാര്യങ്ങളും മനുഷ്യന്റെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് അവൻ്റെ കൂടെ ഉണ്ടാകുന്ന സംഗതികളാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ വളരെ ഗൗരവത്തിൽ ഇത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മഹാനായിട്ടുള്ള നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും. കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്താ പ്രാർത്ഥിക്കാറുള്ളത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖ് വൽ അഅമാലി വൽ അഹ്വാ. ചെറിയൊരു പ്രാർത്ഥനയാണ്, നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ട പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മുൻകറാത്തിൽ അഖ്ലാഖ്. അല്ലാഹുവേ, ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്ന്, തിന്മയായിട്ടുള്ള സ്വഭാവങ്ങളിൽ നിന്ന് ഞാൻ നിന്നോടിതാ രക്ഷ ചോദിക്കുകയാണ്. വൽ അഅമാൽ, ദുഷിച്ച തിന്മകളായിട്ടുള്ള പ്രവൃത്തികളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. വൽ അഹ്വാ, മനുഷ്യന്റെ അനിയന്ത്രിതമായിട്ടുള്ള ദേഹേച്ഛയിൽ നിന്ന് ഞാനിതാ നിന്നോട് രക്ഷ തേടുകയാണ്. 3 കാര്യങ്ങളെ തൊട്ട് രക്ഷ തേടുന്ന ഒരു പ്രാർത്ഥന അള്ളാഹുവിന്റെ പ്രവാചകൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. ചെറിയൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖ് വൽ അഅമാൽ വൽ അഹ്വാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാഇ എന്നുള്ള ഈ ഒരു പ്രാർത്ഥന നമ്മൾ പഠിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നമ്മുടെ പരലോക മോക്ഷത്തിന് തടസ്സമുണ്ടാക്കുന്ന, നമ്മുടെ സ്വർഗത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന സ്വഭാവ ദൂഷ്യങ്ങളെ ഏറെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക, അവയെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. അങ്ങനെ തഖ്വയുള്ള ഒരു മനസ്സിന്റെ ഉടമകളായിക്കൊണ്ട് നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നമ്മൾ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള മുഴുവൻ പാപങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, സഹോദരി സഹോദരന്മാർ, അള്ളാഹുവെ, അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം നാഥ. നമ്മുടെ കൂട്ടത്തിൽ ലോകം കൊണ്ട്, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് നാഥ. അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ
ഈ ദീനിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. പ്രത്യേകിച്ച് വിശിഷ്യ ഫിലിസ്തീനിലൊക്കെ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരന്മാർക്ക് അല്ലാഹുവേ എല്ലാവിധ ഖൈറും ബർക്കത്തും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണം നാഥ. അല്ലാഹുമ്മ അഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. اللهم انصر المسلمين في كل مكان اللهم انصر المسلمين في كل مكان اللهم انصر المسلمين في كل مكان. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.